നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. 5 വർഷത്തിനിടെ തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കിയത് 1000 കോടി രൂപയുടെ വികസനമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. കപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ചിറക്കുളം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭൂഗർഭ ജലവിധാനത്തിൽ സെമി ക്രിട്ടിക്കൽ വിഭാഗത്തിൽപ്പെട്ട തൃത്താല മണ്ഡലത്തിൽ 82 സെന്റിമീറ്റർ അളവിൽ ഭൂഗർഭ ജലവിധാനം ഉയർത്താനായെന്നും മന്ത്രി പറഞ്ഞു. സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുത്തി മണ്ഡലത്തിൽ 110 കാർഷിക കുളങ്ങളും യാഥാർത്ഥ്യമാക്കിയതായും മന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാന സർക്കാരിന്റെ 2023-24 ബജറ്റിൽ ഉൾപ്പെടുത്തി 84 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ചിറക്കുളം നവീകരിച്ചത്. മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ബിജു റിപ്പോർട്ട് അവതരിപ്പിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷനായി. വാർഡ് മെമ്പർ മഞ്ജുള, അസിസ്റ്റന്റ് എഞ്ചിനീയർ റെജീന വളപ്പിൽ, സീനിയർ ക്ലർക്ക് സന്തോഷ് കുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. നിങ്ങളോട് ഞാൻ പറയേണ്ട കാര്യമില്ല ചിറക്കുളം മുമ്പ് എങ്ങനെ കിടന്നിരുന്നു എന്നുള്ളത്, അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനുവേണ്ടി ബജറ്റിൽ പ്രപ്പോസൽ കൊടുത്തു 84 ലക്ഷം രൂപ അനുവദിപ്പിച്ചു. അതിന്റെ സങ്കീർണമായ പേപ്പർ വർക്കുകളെല്ലാം പൂർത്തിയാക്കി. കാരണം താഴേന്ന് ഓരോന്നോരോന്ന് പാസാക്കി വരണം. അതെല്ലാം പൂർത്തിയാക്കി. പണിയും ഇപ്പൊ പൂർത്തിയായി. ഇപ്പോ ആകെ മാറിയ ചിറക്കുളമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കുളം നന്നാക്കുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. കുളം മാത്രമല്ല, കുളത്തിന്റെ പരിസരവും ഇപ്പൊ നന്നാക്കി, അല്ലെ? അപ്പുറം സ്വകാര്യ ഉടമസ്ഥതയിലാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ പുറം മനോഹരമാക്കി. ഇപ്പൊ വൈകുന്നേരമൊക്കെ വന്നാൽ സമയം ചെലവഴിക്കാൻ പറ്റുന്നൊരിടമായി ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ കാറ്റൊക്കെ കൊണ്ടിരിക്കാം. ഈ റോഡും നന്നാക്കി. ഈ റോഡൊന്നും ആദ്യത്തെ പ്രപ്പോസലിലുള്ളതല്ല. ഇവരൊക്കെ കൂടി സ്വൈരം തരാതെ ഓരോന്നോരോന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ട് അതൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എല്ലാം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. റോഡ് നടപ്പാത ഉണ്ട്, അവിടെ നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ചന്തത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ ഉദ്ഘാടന ചടങ്ങ്. നല്ല വൈബുള്ള ഉദ്ഘാടന ചടങ്ങ്, വെറൊരു ഉദ്ഘാടന ചടങ്ങല്ല. അപ്പൊ ആ സന്തോഷത്തിൽ പങ്കുചേരുന്നു. അതിനൊരു കാരണക്കാരനാവാൻ കഴിഞ്ഞതിലുള്ള അതിയായ ചാരിതാർത്ഥ്യം ഞാൻ അറിയിക്കുന്നു. ഇത് ഒറ്റക്കുളം അല്ലാട്ടോ ചെയ്തത്. 1 കോടി രൂപ ചെലവിലാണ് മാങ്ങാട്ടുകുളം ചെയ്തത് നാഗലശ്ശേരി പഞ്ചായത്തിൽ. മാങ്ങാട്ടുകുളം അതിഗംഭീരമായിട്ട് ചെയ്തപ്പോ കേരളത്തിന്റെ പല ഭാഗത്തുനിന്ന് ആളുകൾ അവിടെ കാണാനും കുളിക്കാനും വരാൻ തുടങ്ങി. കുളിക്കാനും നീന്താനും ഒക്കെ കൂടുതൽ സ്ഥലമുണ്ട്, ഇതിനേക്കാൾ സ്ഥലമുണ്ട്. അവസാനം രാവും പകലുമാണായി. അപ്പൊ രാത്രി വരുമ്പോ അപകടമൊക്കെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നാട്ടുകാരൊക്കെ കൂടി ഒരു സോളാർ ലൈറ്റ് പിടിപ്പിച്ചു. പാതിരയ്ക്കും ആളുകൾ നീന്തി കുളിക്കുകയാണ്. കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നൊക്കെ ആള് വരാൻ തുടങ്ങി. അപ്പോഴാണ് ആളുകൾക്ക് ഈ കുളത്തിന്റെ ഒരു പ്രാധാന്യം മനസ്സിലായത്. പിന്നെ തുരുതുരാ വിളിയാണ്, ഇവിടെയും കുളം വേണം, അവിടെയും കുളം വേണം എന്ന് പറഞ്ഞിട്ട്. 3 വലിയ കുളങ്ങളാണ്. ഒന്ന് മാങ്ങാട്ടുകുളം 1 കോടി, ഇത് 84 ലക്ഷം, 75 ലക്ഷത്തിന്റെ പരുതൂർ കൊടി. പട്ടാമ്പി ടൌണിലെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളുടെ മെല്ലെപ്പോക്കിനെതിരെ താലൂക്ക് വികസന സമിതി യോഗത്തിൽ വിമർശനം. കുടിവെള്ളക്ഷാമവും ഉൾപ്പെടെയുള്ള വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായി. തദ്ദേശ സ്ഥാപനങ്ങളിലെ പുതിയ ജനപ്രതിനിധികൾ അധികാരമേറ്റതിനു ശേഷമുള്ള 2ാമത്തെ താലൂക്ക് വികസന സമിതി യോഗമാണ് ശനിയാഴ്ച പട്ടാമ്പി താലൂക്ക് ഓഫീസിൽ ചേർന്നത്. ഭൂരിഭാഗം ജനപ്രതിനിധികളുടെയും അഭാവത്തിലായിരുന്നു യോഗം. തൃത്താല മണ്ഡലത്തിൽ നിന്നും ഒരു ജനപ്രതിനിധി പോലും യോഗത്തിൽ എത്തിയില്ല എന്നതും ശ്രദ്ധേയമായി. പട്ടാമ്പി മണ്ഡലത്തിലെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികളിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുമുള്ള നിരുത്തരവാദിത്ത സമീപനത്തിനെതിരെ നഗരസഭാ ചെയർപേഴ്സൺ ടി.പി. ഷാജി യോഗത്തിൽ രൂക്ഷ വിമർശനമാണ് നടത്തിയത്. ഇതുപോലെ ഉത്തരവാദിത്തമില്ലാത്ത ഉദ്യോഗസ്ഥന്മാർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഈ എല്ലാം കിഫ്ബി ഉണ്ട്, KRP ഉണ്ട്, വാട്ടർ അതോറിറ്റി ഉണ്ട്, ടെലിഫോൺസിന്റെ ഉദ്യോഗസ്ഥരുണ്ട്, പിന്നെ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥരുണ്ട്. ഇവർ ഓരോരുത്തരെ പഴിചാരുന്ന സാഹചര്യമാണ്. ഒരു ഭാഗത്ത് പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത സമയത്ത് വന്ന്
ഡ്രെയിനേജിൽ കയറുമ്പോൾ ആ പൈപ്പ് പൊട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പട്ടാമ്പി പട്ടാമ്പി നഗരത്തിൽ ഏകദേശം 30-40 കൊല്ലം പഴക്കമുള്ള പൈപ്പ് ലൈനാണ് കടന്നു പോകുന്നത്. പല ഭാഗത്തും പുതിയ പൈപ്പ് ഇട്ടു, ഇനിയും പുതിയ പൈപ്പ് ഇടാത്ത കുറെ പ്രദേശങ്ങളുണ്ട്. അത് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇനി ഫണ്ട് പദ്ധതി വെച്ച ഫണ്ട് കഴിഞ്ഞു, അതല്ലെങ്കിൽ ബാക്കി വന്ന ഫണ്ടിന് പ്രൊജക്ട് റിവൈസ് ചെയ്തിട്ട് പിന്നെ പൈപ്പ് ഇടേണ്ട സാഹചര്യം ഇപ്പൊ നിലവിലുണ്ട്. താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിൽ നേരിടുന്ന കുടിവെള്ളക്ഷാമം യോഗത്തിൽ ചർച്ചയായി. കുടിവെള്ള പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പരിഹരിക്കാനുള്ള കാലതാമസവും യോഗത്തിൽ വിമർശനത്തിന് ഇടവരുത്തി. ജലജീവൻ മിഷന്റെ കണക്ഷൻ എല്ലാവർക്കും പൂർത്തിയായതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്തുകളിൽ നിലവിലുണ്ടായിരുന്ന മിനി ജലസേചന കുടിവെള്ള പദ്ധതികളൊക്കെ പുറത്തുപോയിട്ടുണ്ട്. ഒപ്പം ഗ്രാമപഞ്ചായത്തുകളിൽ ജനപ്രതിനിധി കൂടി ആയിരുന്ന ഞാൻ വളരെ രൂക്ഷമായി അനുഭവിച്ചിരുന്ന ഒരു പ്രശ്നമാണ് കുടിവെള്ളം. അതിന് പരിഹാരമായിട്ട് മിനി ജലസേചന പദ്ധതികൾ ഒരു 40-50 വീടുകൾക്ക് കേന്ദ്രീകരിച്ച് നിരവധികളായ പദ്ധതികൾ ഉണ്ടായിരുന്നു. അവിടെ കുടിവെള്ളം കൃത്യമായി കിട്ടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നെടുങ്കോട്ടൂർ ഭാഗങ്ങളിൽ കുടിവെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ്. അപ്പൊ ജലജീവന്റെ വെള്ളം കിട്ടുമെന്ന് പറഞ്ഞിട്ട് അത് തുറന്നു നോക്കിയപ്പോൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ പൊട്ടിപ്പോവാ. ഇന്ന് രാവിലെ തന്നെ ഞാൻ വാർഡുകളിലൂടെ വണ്ടിയെടുത്ത് പല ഭാഗങ്ങളിലും പോയി നോക്കിയപ്പോൾ ഞാൻ ചെന്ന കാഴ്ച തന്നെ ഒരു വീടിന്റെ ഉമ്മറത്ത് വീട്ടിലേക്ക് കടക്കുന്ന ഭാഗത്ത് ശക്തിയായിട്ടാണ് വെള്ളം പൊട്ടിപ്പോകുന്നത്. വേനൽ തുടങ്ങിയതോടെ ജലജന്യ രോഗങ്ങൾക്കെതിരെയുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നു. പട്ടാമ്പി മേഖലയിലെ ഗതാഗതക്കുരുക്കും താലൂക്ക് വിസമിതി യോഗത്തിൽ ചർച്ചയായി. താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിക്ക് മുന്നിലെ പാർക്കിംഗ് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി ആശുപത്രി അധികൃതരും യോഗത്തിൽ അറിയിച്ചു. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികളിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ യോഗം ചേരുവാനും തീരുമാനിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ പി രാമദാസ്, നഗരസഭാ ചെയർപേഴ്സൺ ടി പി ഷാജി, തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജമീല, തഹസിൽദാർ ടി പി കിഷോർ, മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. 3 ദിവസങ്ങളിലായി നടന്നുവന്ന കൂറ്റനാട് ഗുഹദ മഖാം നേർച്ച സമാപിച്ചു. ഉസ്താദ് ഷിയാസ് അലി വാഫി വടക്കാഞ്ചേരിയുടെ മജ്ലിസ് സുന്നൂർ നസീഹത്ത് നിസാമുദ്ദീൻ തങ്ങളുടെ പ്രാർത്ഥന എന്നിവയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ഫെബ്രുവരി 6-ന് ആഷിഖ് ഇബ്രാഹിം ഹുദവിയുടെ പ്രഭാഷണം, തുഹൈൽ മുസ്ലിയാരും സംഘവും അവതരിപ്പിച്ച ബുർദ മജ്ലിസ് എന്നിവയും ഉണ്ടായി. സമാപന ദിവസമായി ശനിയാഴ്ച രാവിലെ ഖുർആൻ പാരായണം, മൗലീദ് പാരായണം, ഭക്ഷണ വിതരണം എന്നിവ നടന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് കൊടികയറ്റം, പ്രാർത്ഥനാ സദസ്സും ഉണ്ടായി. പട്ടാമ്പി മണ്ഡലത്തിൽ മുഹമ്മദ് മൂസിൻ MLA നയിക്കുന്ന വികസന സന്ദേശ ജാഥയ്ക്ക് തുടക്കമായി. മുളയൻകാവിൽ നിന്നുമാണ് ജാഥ ആരംഭിച്ചത്. പട്ടാമ്പി മണ്ഡലത്തിൽ മുഹമ്മദ് മൂസിൻ MLAയുടെ നേതൃത്വത്തിലുള്ള വികസന സന്ദേശ ജാഥയാണ് ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുളയങ്കാവിൽ നിന്നുമാണ് ജാഥ ആരംഭിച്ചത്. CPM ജില്ലാ സെക്രട്ടറി അംഗം സുബിത ഇസാഖ് പതാക കൈമാറിക്കൊണ്ടായിരുന്നു ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. LDF നേതാക്കളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തുടർന്ന് ശനിയാഴ്ച രാവിലെ ആമയിൽ നിന്നും ജാഥ ആരംഭിച്ചു. മുഹമ്മദ് മൂസിൻ MLA ക്യാപ്റ്റനായുള്ള ജാഥയിൽ T ഗോപാലകൃഷ്ണനാണ് വൈസ് ക്യാപ്റ്റൻ. KP അബ്ദുറഹ്മാൻ ജാഥ മാനേജറാണ്. ശനിയാഴ്ച വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. പട്ടാമ്പി മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് സ്വീകരണ യോഗങ്ങളിൽ മുഹമ്മദ് മൂസിൻ MLA സംസാരിച്ചു. ചില വാക്കുകൾ എല്ലാവരും കണക്കാണ്. എന്താപ്പോ എല്ലാവരും ഒരുപോലെ റോഡും തോടും ഒക്കെ ഉണ്ടാക്കൂലേ എന്നൊക്കെ രീതിയിലുള്ള ചർച്ചകളാണ് വരുന്നത്. 2016 മുമ്പുള്ള കാലം നമ്മളിൽ പലരും മറന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒരുപോലെയല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടുത്തെ പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പെൻഷന്റെ കാര്യം അവർക്ക് അറിയാം. 18 മാസം കുടിശ്ശിക ഉണ്ടായിരുന്നത് പച്ചക്ക് 2016 മുമ്പ് 18 മാസം കുടിശ്ശികയുള്ളത് പ്രായമുള്ള പെൻഷൻ വാങ്ങിയ ആളുകൾക്ക് അറിയാം. എന്നിട്ടും പച്ചക്ക് പറയണം അങ്ങനെയൊന്നും ഇല്ല. ഇങ്ങനെ പച്ച നുണ പറയുന്ന പ്രചരണങ്ങൾ നടത്തുന്നു. 18 മാസം പെൻഷൻ കുടിശ്ശികയായപ്പോ 2016 എനിക്ക് ഓർമ്മയുണ്ട്, ഈ പ്രദേശത്തടക്കം ഒരു വിദ്യാർത്ഥിയായിരുന്ന ഞാൻ അന്ന് സ്ഥാനാർത്ഥിയാകുമ്പോൾ ഇവിടെ വന്ന് സംസാരിക്കുമ്പോ പെൻഷൻ ഇരട്ടിയാക്കി വീട്ടിലെത്തിക്കുമെന്ന് പറഞ്ഞു. അന്ന് പലരും പറഞ്ഞത് അത് നടക്കൂലെന്ന്. എന്നാൽ അത് കൃത്യമായി വാക്കു പാലിച്ചുകൊണ്ട് ഇരട്ടിയാക്കുക മാത്രമല്ല, ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പെൻഷൻ വാങ്ങുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ മാത്രമല്ല ഏറ്റവും കൂടുതൽ തുക പെൻഷൻ വാങ്ങുന്ന നാട് കേരളമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. 2000 രൂപ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷം വരുന്ന ആളുകൾ ഈ കേരളത്തിലുണ്ട്.
ആ രീതിയിൽ പെൻഷൻ കൃത്യമായി കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് എല്ലാവരും കണക്കല്ല എന്നുള്ളത് നമുക്കറിയാം. ജില്ലാ സെക്രട്ടറി അംഗം നേതാക്കളായ സുബേദ ഇസാഖ്, ടി കെ നാരായണദാസ്, ടി ഗോപാലകൃഷ്ണൻ, അഷ്റഫ് അലി വെല്ലപ്പുഴ, എൻ കരുണാകരൻ, മുത്തപ്പൻ വാസുദേവൻ, കെ പരമേശ്വരൻ, എം വിനോദ് കുമാർ, ഇ എം ഷൌക്കത്ത്, യു അജയകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളും വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ പങ്കെടുത്ത് സംസാരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ജില്ലാ സമ്മേളനത്തിന് പട്ടാമ്പിയിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായാണ് സമ്മേളനം. സ്വാഗതഗാനത്തോടെയായിരുന്നു തുടക്കം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാന വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായാണ് പാലക്കാട് ജില്ലാ വാർഷിക സമ്മേളനം ആരംഭിച്ചിരിക്കുന്നത്. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സമ്മേളനം നടക്കുന്നത്. രാവിലെ പരിഷത്തിന്റെ ഗാനാലാപനത്തോടു കൂടിയായിരുന്നു സമ്മേളനം ആരംഭിച്ചത്. ജില്ലയിലെ 11 മേഖലകളിൽ നിന്നുമായി 200ഓളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സംഘാടക സമിതി ചെയർമാൻ ടി കെ നാരായണദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രപ്രധാനം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ജനകീയ ശാസ്ത്രപ്രധാനമാണ് പരിഷത്തിന്റെ കലാകാരകൾ വായിച്ച പങ്കുകൊള്ളവരല്ല. ശാസ്ത്രപ്രചരണം എന്നതിനപ്പുറം ജനങ്ങളുമായി സംവദിക്കുന്നതിനുള്ള ഒരു പുതിയ രൂപം തെരുവ് നാടകങ്ങളും ഒക്കെയുള്ള കലാകാരകൾ നമ്മുടെ നാടകത്തിലും ജനകീയ കലാരംഗത്തുമൊക്കെ പമ്പിച്ച മാറ്റം വരുത്തിയ ഒരു പ്രസ്ഥാനം. ഇന്നാവട്ടെ അത്തരം ശാസ്ത്രപ്രചരണം ഏറ്റവും അത്യാവശ്യമായ സന്ദർഭത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മതനിരപേക്ഷ കേരളം, ഉദ്ബുദ്ധ കേരളം എന്നൊക്കെ നമ്മൾ അഭിമാനം കൊള്ളുമ്പോഴും നാം കാണുന്നതിനപ്പുറത്ത് മറ്റൊരു കേരളമുണ്ട്. ജില്ലാ പ്രസിഡന്റ് കെ എസ് നാരായണൻകുട്ടി അധ്യക്ഷനായിരുന്നു. നവസാങ്കേതിക വിദ്യ, നൈതികത, രാഷ്ട്രീയം എന്ന വിഷയത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസർ വി എൽ ലിജീഷ് ക്ലാസ് എടുത്തു. കെ മനോഹരൻ, എം സുൽകുമാർ, വി എസ് രമണി, ടി ടി രാമചന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. സമ്മേളനം നാളെ സമാപിക്കും. ആനയെഴുന്നള്ളിപ്പും ബാൻഡ് മേളങ്ങളും ഒഴിവാക്കി ആഘോഷങ്ങൾക്കായി കരുതിയ തുക അന്നദാനത്തിനായി വിനിയോഗിച്ച വട്ടത്താണി നേർച്ചാഘോഷ കമ്മിറ്റി മാതൃകയായി. കൂറ്റനാട് ശുഹദാ മഖാം നേർച്ചയുടെ ഭാഗമായി എല്ലാ വർഷവും വിപുലമായ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുള്ള വട്ടത്താണിക്കാർ ഈ വർഷം ആ തുക പാവപ്പെട്ടവർക്കും നാട്ടുകാർക്കും ഭക്ഷണം നൽകാനായി മാറ്റിവെക്കുകയായിരുന്നു. ഏകദേശം 4000-ഓളം ആളുകൾക്കാണ് ഇവർ ഭക്ഷണം വിളമ്പിയത്. രാവിലെ 11 മണിക്ക് ആരംഭിച്ച അന്നദാനം ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് സമാപിച്ചത്. സ്ത്രീകൾക്കായി പ്രത്യേകം സൗകര്യങ്ങളും ഇവർ ഒരുക്കിയിരുന്നു. ആഘോഷപൊലിമയേക്കാൾ ഉപരിയായി വിശക്കുന്നവന്റെ വയറു നിറയ്ക്കുന്നതാണ് വലിയ പുണ്യമെന്ന തിരിച്ചറിവിലാണ് കമ്മിറ്റി ഇത്തരമൊരു തീരുമാനമെടുത്തത്. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ അന്നദാനത്തിൽ പങ്കാളികളായി. 3000 അടുത്തുള്ള ആൾക്കാർ ഭക്ഷണം കൊടുക്കുക എന്നുള്ള പ്രാധാന്യം തീരുമാനിച്ചിരുന്നു. യുവാക്കളും പ്രവാസികളും എല്ലാവരും കൂടിയിട്ട്. അതുകൊണ്ട് ഇപ്പോൾ രാവിലെ 11 മണി മുതൽ 3 മണി വരെയാണ് സമയം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുവിധം ആൾക്കാരൊക്കെ വന്ന് കഴിച്ചു. ഇപ്പോൾ വരാനുണ്ട്. അങ്ങനെയുള്ള തീരുമാനം യുവാക്കളും പ്രവാസികളും മെയിനായിട്ട് പ്രവാസികളുണ്ട്. ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും കൂടി സഹായിച്ചിട്ട് നമ്മൾ തീരുമാനം എടുത്തതാണ്. തിരക്കൊഴിവാക്കാനും അച്ചടക്കത്തോടെ ഭക്ഷണ വിതരണം ചെയ്യാനും കമ്മിറ്റി അംഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. വട്ടത്താണി പ്രദേശവാസികളുടെ ഈ വേറിട്ട ചിന്തയ്ക്കും സേവന മനോഭാവത്തിനും വലിയ രീതിയിലുള്ള പ്രശംസയാണ് സോഷ്യൽ മീഡിയയിലും നാട്ടുകാർക്കിടയിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന കവിതയുടെ കാർണിവലിന്റെ 2ാം നാളിൽ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണങ്ങൾ നടന്നു. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ധനസഹായത്തോടെ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ മലയാള വിഭാഗമാണ് കവിതയുടെ കാർണിവലിന്റെ 9ാം പതിപ്പ് സംഘടിപ്പിക്കുന്നത്. 3 ദിവസങ്ങളിലായി പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലാണ് കവിതയുടെ കാർണിവൽ പുരോഗമിക്കുന്നത്. മേളയുടെ 2ാം ദിനത്തിൽ നിരവധി കവികളും എഴുത്തുകാരും പങ്കെടുത്തു. 6 വേദികളിലായി വിവിധ പരിപാടികളാണ് 2ാം ദിനത്തിൽ ഒരുക്കിയിരുന്നത്. രാവിലെ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടന്നു. ഭൂപടം എന്ന കവിത എന്ന വിഷയത്തിൽ CS മീനാക്ഷി പ്രഭാഷണം നടത്തി. അതിർത്തി മലയോര ഭൂമിയിലെ സാമൂഹ്യ സംഘർഷങ്ങളും സ്വത്ത് പ്രതിസന്ധികളും എന്ന വിഷയത്തിൽ പ്രഭാകരൻ കെ മൂന്നൂർ, കെ സേതുമാധവൻ IPS എന്നിവർ പ്രഭാഷണം നടത്തി. തുറമുഖങ്ങളുടെ ഭൂതല വിതരണത്തെപ്പറ്റിയുള്ള ചില ആലോചനകൾ എന്ന വിഷയത്തിൽ അഭിലാഷ് മലയിൽ പ്രഭാഷണം നടത്തി. മലയാള കവിതയിലെ ഭൂപട നിർമ്മിതികൾ എന്ന വിഷയത്തിലുള്ള അന്താരാഷ്ട്ര സെമിനാർ, കലയുടെ എതിർഭൂപടങ്ങൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം, കവിതാവതരണം എന്നിവയും 2ാം ദിനത്തിൽ നടന്നു. 1953 സെൻസസ് പരിശോധിച്ചാൽ തന്നെ
നോക്കിക്കഴിഞ്ഞാൽ 1951 സമയത്ത് ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ പ്രദേശം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ നഗരം എന്ന് പറയുന്നത് മൂന്നാറാണ്. അന്ന് തന്നെ 5000-ൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. രണ്ടാമതെടുത്ത് നോക്കിയാൽ തൊടുപുഴ നഗരവും തൊടുപുഴ ഗ്രാമീണ പ്രദേശം ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ഈ പറയുന്ന നഗരങ്ങളൊന്നും തന്നെ ഇല്ല. 1901 എടുത്ത് നോക്കിയാൽ ഇടുക്കി ജില്ലയിലെ 23% ജനങ്ങളും അധിവസിച്ച് മൂന്നാർ പ്രദേശത്ത് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അന്ന് 61,000 പേര് 1951 ഉണ്ടായിരുന്ന ജനങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്ത് 2014 സെൻസസ് നോക്കിയാൽ വെറും 21,000 പേര് മാത്രമേ ഉള്ളൂ. അതിന്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 606 സ്ക്വയർ കിലോമീറ്ററിന് ആദ്യമായി അവിടുത്തെ 92 എസ്റ്റേറ്റുകൾ, ഊരുകളെന്ന് പറയും, ഞങ്ങളുടെ ഊരുകൾ 92 എസ്റ്റേറ്റുകൾ ഡിവിഷനുകൾ ഉണ്ടാക്കി. ആ 92 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഡിവിഷനിലും 500 തൊഴിലാളികളുണ്ടാകും. കവിത മനസ്സിനെ പരിവർത്തനപ്പെടുത്തുന്നുവെന്ന ടിബറ്റൻ കവി ടെൻസിൻ സുദേ പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന കവിതയുടെ കാർണിവലിൽ മീറ്റ് ദി പോയിന്റ് സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കവിതാ കാർണിവലിന്റെ 2ാം ദിനത്തിലാണ് മീറ്റ് ദ പോയിന്റിൽ ടിബറ്റൻ കവി ടെൻസിൻ സുൻഡു അതിഥിയായി എത്തിയത്. കവി പി രാമനും മീറ്റ് ദ പോയിന്റിൽ പങ്കെടുത്തു. അവരുടെ രോഷത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട വീര്യത്തിന്റെ ആൾബം കൂടിയാണ് ടെൻസിൻ സുൻഡു. ഇന്ത്യയിലെ തിബത്തൻ അഭയാർത്ഥി കൂടിയാണ് ഈ കവി. 2001 ഔട്ട്ലുക്ക് പിക്കോത്തോർ പുരസ്കാര കവി കൂടിയാണ്. മീറ്റ് ദ പോയിന്റിൽ കവി പി രാമനുമായാണ് സംഭാഷണം നടത്തിയത്. These two very basic instinctual experiences of mine, writing poetry and going to jails. In India, the moment there is a mention of jail, log ghauda jate hain. People are going, police, jail. I am jail expert. I've been to jail 16 times. Now I tell police which case to be registered against me so that they don't go wrong later in front of the judge. I'm that expert. I started to write from Bombay. I say Bombay because when I went to Bombay, it was Bombay. It was not Mumbai. It was Bombay at that time, 1997. LDF തൃത്താല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MB രാജേഷ് നയിക്കുന്ന തൃത്താല മണ്ഡലം വികസന സന്ദേശ ജാഥ പര്യടനം തുടങ്ങി. ഏറ്റവും കൂടുതൽ കാര്യം നടത്തിയ ഒരു പഞ്ചായത്ത് തൃത്താലയിൽ ആനക്കര പഞ്ചായത്താണ്. ഈ വികസനത്തിന്റെ ഏറ്റവും വലിയ നേട്ടമുണ്ടായത്. അതുകൊണ്ടാണ് ടീച്ചർ തന്ന ഉപഹാരം വളരെ വിലപ്പെട്ടൊരു ഉപഹാരമാണ്. വികസനത്തിന്റെ 4 കെട്ട് എന്നാണ്. 4 കെട്ട് എഴുതിയ MTയുടെ നാടാണ് നമ്മുടെ കൂടല്ലൂരും ആനക്കരയും തൃത്താലയും ഒക്കെ നമുക്കറിയാം. അപ്പം അതൊരു വിലപ്പെട്ട ഉപഹാരമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇപ്പോൾ കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് 118 കോടിയുടെ പദ്ധതിയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും അനുഭവത്തിൽ ഇത്ര വലിയൊരു പദ്ധതി തറക്കല്ലിട്ട അതേ മന്ത്രിയുടെ കാലത്ത് ഉദ്ഘാടനം ചെയ്ത അനുഭവമുണ്ട്. സാധാരണ ഇത്ര വലിയ പാലം എന്നൊക്കെ പറഞ്ഞാൽ അത് പാമ്പഴയുന്നത് പോലെ എഴഞ്ഞെഴഞ്ഞ് ഒരു 10, 15, 20 കൊല്ലം കൊണ്ടാണ് പൂർത്തിയാവാറുള്ളത്. LDF മണ്ഡലം കൺവീനർ PN മോഹനൻ മാനേജരായ ജാഥ ശനിയാഴ്ച രാവിലെ പറക്കുളത്തു നിന്നും തുടങ്ങി വരട്ടിപ്പള്ളിയാൽ, ആനക്കര, കുമ്പിടി, കൂടലൂർ, കോക്കാട്, VP കുണ്ട്, ചിറ്റപ്പുറം, കണ്ണന്നൂർ, ഞാങ്ങാട്ടിരി, മേഴത്തൂർ, തൃത്താല, കൊടുമുണ്ട, കുളമുക്ക്, നാടപ്പറമ്പ് എന്നീ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് പരുതൂരിൽ സമാപിച്ചു. സമാപന യോഗം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR മുരളി ഉദ്ഘാടനം ചെയ്തു. സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ MB രാജേഷ്, ജാഥ അംഗങ്ങളായ TP കുഞ്ഞുണ്ണി, KP ശ്രീനിവാസൻ, PR കുഞ്ഞുണ്ണി, VP റജീന, T സുധാകരൻ, KA ഷംസു, MK പ്രദീപ്, AK ദേവദാസ്, TP ഷെഫീഖ്, P ഹൈദ്രോസ്, T ഹംസ, TK കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. ജാഥ മാനേജർ PN മോഹനൻ, ജില്ലാ കമ്മിറ്റി അംഗം VK ചന്ദ്രൻ, ഏരിയ സെക്രട്ടറി TP മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. ഞായറാഴ്ച രാവിലെ ആറങ്ങോട്ടുകരയിൽ നിന്നും തുടങ്ങി വെള്ളടിക്കുന്ന്, ചാഴിയാട്ടിരി, ചാത്തന്നൂർ, കോമംഗലം, പിലാക്കാട്ടിരി, കോതച്ചിറ, പെരിങ്ങോട്, വട്ടേനാട്, കക്കാട്ടിരി, കോട്ടപ്പാടം, തണ്ണീർക്കോട്, കാഞ്ഞിരത്താണി, കോഴിക്കര, കവുക്കോട്, പെരുമണ്ണൂർ എന്നീ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ സമാപിക്കും. സമാപന സമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്യും.
തളി ഹിദായ ഇംഗ്ലീഷ് സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. മഹല്ല് പ്രസിഡന്റ് അബ്ദുൾ നാസർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. മഹല്ല് ജനറൽ സെക്രട്ടറിയും വാർഡ് മെമ്പറുമായ നാസർ മുഖ്യാതിഥിയായിരുന്നു. നാടൻ വിഭവം മുതൽ അറേബ്യൻ പുഡിംഗ് വരെയുള്ള വിഭവങ്ങൾ കുട്ടികൾ കൊണ്ടുവന്നു. രക്ഷിതാക്കളുടെ സാന്നിധ്യം മേളയെ മികവുറ്റതാക്കി. അച്ചാർ, പായസം, കേക്ക്, പപ്പടം, ഉണ്ണിയപ്പം, ബിരിയാണി തുടങ്ങി പലതര വിഭവങ്ങൾ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ റഹ്മത്ത്, സ്കൂൾ കോർഡിനേറ്റർ മുഹമ്മദ് നജീബ് വാഫി, ഫസീറ, ജസീല, ഫജ്ന, ഷാജിദ എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.